നമസ്കാരം കൂട്ടുകാരെ, 2020 പുറത്തിറങ്ങിയ കൊറിയൻ ചലച്ചിത്രം ജസ്റ്റിസ് ഹൈയിന്റെ കഥയാണ് സിനിമാ കഥയിലൂടെ ഇന്ന് നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. വിശദമായ കഥയിലേക്ക് പോകുന്നതിനു മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. കഥ ആരംഭിക്കുന്നത് ചേയങ് എന്ന് പേരുള്ള ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ചേയങ്ങിന്റെ സ്കൂളിൽ അവളെ ബുള്ളി ചെയ്യാൻ നോക്കിയ കുറച്ച് കുട്ടികളെ അവൾ കൈകാര്യം ചെയ്തിരുന്നു. ചേയങ്ങിന് കരാട്ടയിലൊക്കെ നല്ല പ്രാവീണ്യമാണ്. സ്കൂളിൽ ഫൈറ്റ് ഉണ്ടാക്കിയതിന്റെ പേരിൽ ചേയങ് അങ്ങനെ സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ്. അങ്ങനായിരുന്നു പുതിയ സ്കൂളിലേക്ക് അഡ്മിഷനായി അച്ഛനൊപ്പം അവൾ വന്നെത്തുന്നത്. പഴയ സ്കൂളിൽ നിന്നും ചേയങ്ങിനെ പുറത്താക്കിയത് ഫൈറ്റിന്റെ പേരിലാണ് എന്ന് മനസ്സിലാക്കിയ പുതിയ സ്കൂളിന്റെ കറസ്പോണ്ടന്റ് ചേയങ്ങിനടുത്ത് സ്കൂൾ പോളിസിയെപ്പറ്റി വ്യക്തമായും പറഞ്ഞു. ഈ സ്കൂളിൽ ഫൈറ്റ് ഉണ്ടാക്കിയാൽ ഉടനടി സസ്പെൻഡ് ചെയ്യും എന്നായിരുന്നു അത്. ആ കൂട്ടത്തിൽ ആ സ്കൂളിൽ അടുത്ത് ഫൈറ്റ് ഉണ്ടാക്കിയ ഒരു പയ്യനെ സസ്പെൻഡ് ചെയ്ത കാര്യവും കറസ്പോണ്ടന്റ് വ്യക്തമാക്കുന്നുണ്ട്. അഡ്മിഷൻ എടുത്തു കഴിഞ്ഞ് വീട്ടിലേക്ക് അച്ഛനും മകളും പോവാൻ തുടങ്ങി. തനിക്ക് വേറൊരിടത്ത് പോകേണ്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ചേയങ്ങിനെ തനിച്ചാക്കി അച്ഛൻ പോവുകയാണ്. ചേയൻ സ്കൂൾ പരിസരത്തുകൂടെ മുമ്പോട്ട് നടക്കുമ്പോൾ കുറച്ച് വിദ്യാർത്ഥികൾ ചേർന്ന് ഒരു പയ്യനെ ബുള്ളി ചെയ്യുന്നത് കണ്ടു. ബുള്ളി ചെയ്യപ്പെടുന്ന പാവം പയ്യന്റെ പേര് ജോങ് ജു എന്നായിരുന്നു. പാവത്താനായതുകൊണ്ട് തന്നെ ജോങ് ജുവിനെ സീനിയേഴ്സും സ്കൂളിലെ പ്രധാന ബുള്ളികളും ചേർന്ന് വലിയ തോതിൽ ഉപദ്രവിക്കുകയാണ്. വെറുതെ ഒരു പ്രശ്നത്തിന് പോവണ്ടല്ലോ, പുതിയ സ്കൂളല്ലേ എന്ന് കരുതി അവരോട് എതിർക്കാൻ പോവാതെ ജോങ്കുവിനെ സീനിയർ കുട്ടികൾ ബുള്ളി ചെയ്യുന്നത് അവൾ തന്റെ മൊബൈലിൽ വീഡിയോ ആയി പകർത്തുകയാണ്. പക്ഷെ അവൾ അങ്ങനെ പകർത്തുന്നത് ബുള്ളീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ആ കൂട്ടത്തിലെ സീനിയർ പെൺകുട്ടി അവളുടെ അടുത്തേക്ക് വന്ന് അവളുടെ ഫോൺ തരാൻ ആവശ്യപ്പെട്ടു. പക്ഷെ ചേയങ് വിസമ്മതിക്കുകയാണ്. അതോടെ അവർ അവളെ ബുള്ളി ചെയ്യാനും ആക്രമിക്കാനും തുനിഞ്ഞു. പക്ഷെ ചേയങ് ചുമ്മാതിരിക്കുമോ? തന്റെ ദേഹത്തേക്ക് കൈയോങ്ങിയാൽ അവൾ തിരികെ ആക്രമിക്കുക തന്നെ ചെയ്യും. ബുള്ളി ചെയ്യാനുണ്ടായിരുന്ന സീനിയർ പെൺകുട്ടികളെയും അവിടുണ്ടായിരുന്ന ആൺകുട്ടികളെയും അവളടിച്ച് താഴെയിടുകയാണ്. അതുകൊണ്ട് തന്നെ ബുള്ളി ചെയ്യുകയായിരുന്ന ജോങ്ങും ബുള്ളിയിൽ നിന്ന് രക്ഷപ്പെടുന്നു. വൈകാതെ സ്കൂളിലെ യൂണിഫോം ഒക്കെ ധരിച്ച് സ്കൂൾ വിദ്യാർത്ഥിനിയായി ചേയങ് നേരെ സ്കൂളിലേക്ക് എത്തുകയാണ്. ക്ലാസ് മുറിയിലേക്ക് എത്തിയ അവൾ കണ്ടത് അല്പം ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു. അവളുടെ അതേ ക്ലാസ്സിലാണ് ജോങ്ങും ജോങ്ങിനെ ബുള്ളി ചെയ്ത കുട്ടികളും പഠിക്കുന്നത്. തങ്ങളെ തല്ലിയവളാണല്ലോ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് ബുള്ളീസ് കുട്ടികളിലെ ആണുങ്ങൾ മുഖം തിരിച്ചിരിക്കാൻ ആരംഭിച്ചു. ജോങ് ആണെങ്കിൽ വളരെ താല്പര്യത്തോടെ ചേയങ്ങിനെ നോക്കുകയാണ്. അന്ന് ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോ ജോങ്കു നേരെ ചേയങ്ങിന്റെ അടുത്ത് എത്തി. തലേ ദിവസം തന്നെ രക്ഷിച്ചതിന് അവളോട് നന്ദി പറഞ്ഞു. പക്ഷെ വളരെ തണുപ്പ മട്ടിലും പരുക്കൻ സ്വഭാവത്തിലുമായിരുന്നു ചേയങ് ജോങ്കുവിനോട് സംസാരിച്ചത്. നന്ദി പറയുന്നതോടെ നിർത്തിക്കോ, ഒരുപാട് അടുപ്പമൊന്നും കാണിക്കാൻ വരണ്ട, തലേ ദിവസത്തെ കാര്യം അവിടെ കഴിഞ്ഞു, അത് മറന്നേക്ക് എന്നായിരുന്നു അവൾ പറഞ്ഞത്. ജോങ്കു ആകട്ടെ ചേയങ്ങിനെ ഞെട്ടലോടിയൊന്ന് നോക്കി നിന്നു. ജോങ്കു ഒരു പാവം പയ്യനാണ്. ജോങ്കുവിന്റെ അച്ഛൻ മരണപ്പെട്ടു പോയി. അമ്മയ്ക്കൊപ്പമാണ് അവൻ താമസിക്കുന്നത്. അവന്റെ അമ്മ ചെറിയൊരു റെസ്റ്റോറന്റ് നടത്തുന്നു. അന്ന് വൈകിട്ട് ഒരു സംഭവം നടന്നു. ജോങ്കുവിന്റെ അമ്മയുടെ റെസ്റ്റോറന്റിൽ കള്ളുകുടിയന്മാരായ രണ്ടുപേർ ഭക്ഷണം കഴിക്കാനെത്തി. പക്ഷെ പണം കൊടുക്കാതെ അവർ അവിടെ പ്രശ്നമുണ്ടാക്കുകയാണ്. ജോങ്കു അത് ചോദിക്കാൻ ചെന്നതും അവർ ജോങ്കുവിനെ ആക്രമിക്കാൻ തുനിഞ്ഞു. പാവത്താൻ ജോങ്കുവിന് തിരിച്ചടിക്കാനോ പ്രതികരിക്കാനോ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ജോങ്കുവിന്റെ അവസ്ഥ കണ്ട് കള്ളുകുടിയന്മാരോട് പൊക്കോളാൻ അവന്റെ അമ്മയും പറഞ്ഞു. ജോങ്കുവിന് അതൊക്കെ വലിയ നിരാശയുണ്ടാക്കുന്നുണ്ട്. അടുത്ത ദിവസം സ്കൂളിൽ വീണ്ടും മറ്റൊരു സംഭവം നടന്നു. ജോങ്കുവിനെ ബുള്ളി ചെയ്യാൻ പോയപ്പോൾ ചേയങ്ങിന്റെ കയ്യിൽ നിന്ന് തല്ലുകൊണ്ട പെൺകുട്ടികളുണ്ടല്ലോ, ആ പെൺകുട്ടികൾ സ്റ്റുഡന്റ് കൗൺസിലുമായി ബന്ധമുള്ള ഒരു സീനിയർ പെൺകുട്ടിയെയും കൂട്ടി ചേയങ്ങിനെ ബുള്ളി ചെയ്യുവാൻ അവളുടെ അടുത്തേക്ക് എത്തുകയാണ്. സേന എന്നായിരുന്നു അവളുടെ പേര്. അവൾ റെക്കോർഡ് ചെയ്തെടുത്ത വീഡിയോ ചോദിച്ച് സേന അവളെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങുന്നു. പക്ഷേ ചേയങ് കൊണ്ടോ വിടുന്നു. ഏത് സീനിയർ ആണെങ്കിലും അവൾക്ക് പുല്ലുവിലയായിരുന്നു. സേന അവളെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോ സീനിയർ സേനയാകട്ടെ താഴെ വീഴുകയും ആകെ അപമാനിതയാവുകയും ചെയ്തു. അവിടുണ്ടായിരുന്ന ജോങ്കുവും മറ്റു വിദ്യാർത്ഥികളും അത് നോക്കിക്കാണുന്നുണ്ട്. ആരെയും കൂസാത്ത ചേയങ്ങിന്റെ പ്രകൃതവും അവളുടെ കഴിവുകളും കണ്ട് ജോങ്കു അവളുടെ മേൽ കൂടുതൽ ആകൃഷ്ടനാകുന്നു. അന്ന് വൈകിട്ടും ജോങ്കു നേരെ ചേയങ്ങിന്റെ അടുത്ത് ചെന്നു. തനിക്ക് മാർഷൽ ആർട്സ് പഠിക്കണം, അതിന് തന്നെ സഹായിക്കാമോ എന്ന് ചോദിച്ചു. പക്ഷേ ആദ്യം അവൻ വെറുതെ ലൈൻ അടിക്കാൻ നോക്കുകയാണ് എന്ന് കരുതി അവനെ അവഗണിച്ച് പോവാനായിരുന്നു ചേയങ് ശ്രമിച്ചതുപോലും. പക്ഷേ ജോങ്കു ആത്മാർത്ഥമായി അവളോട് സംസാരിച്ചു. തലേ ദിവസം റെസ്റ്റോറന്റിൽ നടന്ന സംഭവത്തെപ്പറ്റിയും തന്റെ അമ്മയെ പ്രൊട്ടക്ട് ചെയ്യാനെങ്കിലും തനിക്ക് സെൽഫ് ഡിഫൻസിന് വേണ്ടി മാർഷൽ ആർട്സ് പഠിക്കണം എന്നവൻ മനസ്സ് തുറന്നു പറഞ്ഞു. അത് ചേയങ്ങിനെ സ്പർശിക്കുന്നുണ്ട്. അതോടെ ജോങ്കുവിനെയും കൂട്ടി ചേയങ് താൻ പഠിക്കുന്ന അതേ കരാട്ടെ സ്കൂളിലേക്ക് ചെല്ലുകയാണ്. അപ്പോഴാണ് ഒരു കാര്യം വ്യക്തമാകുന്നത്. യാഥാർത്ഥ്യത്തിൽ ചേയങ്ങിന്റെ അച്ഛൻ ഒരു കരാട്ടെ മാസ്റ്റർ ആയിരുന്നു. പക്ഷെ ആ വിദ്യാലയത്തിൽ ആകെ അപ്പോൾ ചേയങ് മാത്രമാണുള്ളത്. ജോങ്കു അവിടെ പുതിയ സ്റ്റുഡന്റായി
ജോയിൻ ചെയ്യുന്നു. തനിക്കൊരു പുതിയ സ്റ്റുഡന്റിനെ കിട്ടിയ സന്തോഷം ചേയങ്ങിന്റെ അച്ഛന്റെ മുഖത്തും പ്രകടമായിരുന്നു. വൈകാതെ സ്റ്റുഡന്റ് കൗൺസിൽ ചെയർമാനായ ഹേസുങ്ങിനെ നമ്മൾ പരിചയപ്പെടുന്നു. പ്രിൻസിപ്പലിനും മറ്റും ഹേസുങ്ങിന് വലിയ കാര്യമാണ്. സ്കൂളിലെ നല്ല വിദ്യാർത്ഥി എന്ന പേര് ഹേസുങ്ങിനുണ്ടായിരുന്നു. പക്ഷേ യാഥാർത്ഥ്യത്തിൽ അത് പ്രിൻസിപ്പലിന്റെ മുമ്പിൽ മാത്രമാണുള്ളത്. സ്കൂളിൽ നടക്കുന്ന ബുള്ളിയിങ്ങിനും മറ്റു കാര്യങ്ങൾക്കും വളം വെക്കുന്നതും നേതൃത്വം കൊടുക്കുന്നതുമൊക്കെ മറുവശത്ത് ഹേസുങ് തന്നെയാണ്. ചില ഗ്യാങ്സ്റ്റർ ബന്ധങ്ങളും പ്രശ്നങ്ങളുള്ള ഇടപാടുകളുമൊക്കെ ഹേസുങ്ങിന്റെ പക്കലുണ്ട്. ഹേസുങ്ങിന് ക്രഷുള്ള അതേസമയം ഹേസുങ്ങിന്റെ പ്രധാന സംഘത്തിലെ ഒരാളായിട്ടുള്ള പെൺകുട്ടിയായിരുന്നു സേന. അതായത് ചേയങ് കാരണം അപമാനിതയായ സീനിയർ പെൺകുട്ടി. അവൾ ഹേസുങ്ങിനടുത്തെത്തി ചേയങ്ങിനെ പറ്റി പരാതി പറഞ്ഞു. സീനിയേഴ്സിനെ അവൾ ബഹുമാനിക്കുന്നില്ലെന്നും പ്രശ്നമുണ്ടാക്കുകയാണെന്നും ഒക്കെയായിരുന്നു അവളുടെ പരാതിയിൽ പറഞ്ഞത്. മറുവശത്ത് പരിശീലനം തുടരുകയായിരുന്ന ജോങ്കുവിന്റെ കാര്യം പറയണോ? കൂടുതൽ പരിശീലനം എടുക്കുന്നതുകൊണ്ട് അവൻ വല്ലാതെ അവശനാകുന്നുണ്ടായിരുന്നു. എന്നിരുന്നാലും ചേയങ് അവനെ പ്രോത്സാഹിപ്പിച്ചു. അന്ന് ക്ലാസ്സിലിരിക്കുമ്പോൾ ചേയങ്ങിനടുത്തേക്ക് ഹേസുങ്ങിന്റെ കയ്യാളായ 2 കുട്ടികൾ വരികയാണ്. സ്റ്റുഡന്റ് കൗൺസിൽ പ്രസിഡന്റ് ഹേസുങ്ങിന് നിന്നെ കാണണമെന്ന് പറഞ്ഞു. കൗൺസിൽ റൂമിലേക്ക് ചെല്ലുവാൻ അവർ ആവശ്യപ്പെട്ടു. ന്യൂ കമ്മർ ആയതുകൊണ്ട് പരിചയപ്പെടാൻ വിളിക്കുന്നതാകും എന്ന് കരുതി ഹേസുങ് നേരെ സ്റ്റുഡന്റ് കൗൺസിൽ റൂമിലേക്ക് ചെന്നു. അവിടെ ചെല്ലുമ്പോൾ അവിടെ ഹേസുങ്ങും സീനിയറായ സേനയും ഹേസുങ്ങിന്റെ കൂട്ടുകാരനായ ജുങ്ഹ്വാനും ഉണ്ടായിരുന്നു. സ്റ്റുഡന്റ് കൗൺസിൽ റൂമിൽ എത്തിയതും സീനിയർ പ്രശ്നമുണ്ടാക്കാൻ വിളിക്കുന്നതാണ് എന്ന് ചേയങ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. എത്തിയതിന് പിന്നാലെ സീനിയർ ചേയങ്ങിന് മേൽ കുറ്റങ്ങൾ ആരോപിച്ച് സംസാരിക്കാൻ തുടങ്ങി. പക്ഷേ ചേയങ് ധൈര്യത്തോടെ സീനിയറിനെ എതിരിട്ടു. താൻ വെറുതെ പോവുകയായിരുന്നെന്നും ഒരു കാര്യവുമില്ലാതെ തന്റെ അടുത്ത് വന്ന് പ്രശ്നമുണ്ടാക്കിയത് സീനിയറാണ് എന്നും അവൾ ആരോപിച്ചു. കാര്യങ്ങൾ അവിടുണ്ടായിരുന്ന ജുങ്ഹ്വാന് മനസ്സിലാകുന്നുണ്ടായിരുന്നു. ജുങ്ഹ്വാൻ എഴുന്നേറ്റ് നിന്ന് ഒരു തീരുമാനം പറഞ്ഞു. സീനിയർ സേനയോട് ഒരു സോറി പറഞ്ഞ് നീയങ്ങ് പൊക്കോ, ഇതോടെയൊക്കെ അവസാനിച്ചു. വെറുതെ എന്തിനു പ്രശ്നം എന്ന് കരുതി ചേയങ്ങും ഒരു സോറി പറഞ്ഞ് അവിടെ നിന്ന് പോയി. പക്ഷേ സേനയ്ക്ക് ചേയങ്ങിനെ അങ്ങനെ പറഞ്ഞു വിട്ടത് തീരെ പിടിച്ചിരുന്നില്ല. അവൾക്കൊരു പണി കൊടുക്കും എന്നൊക്കെയായിരുന്നു അവൾ പ്രതീക്ഷിച്ചിരുന്നത്. അവളത് പറഞ്ഞപ്പോൾ ഒരവസരം കിട്ടുമ്പോ നമുക്കവൾക്കൊരു പണി കൊടുക്കാമെന്നേ എന്ന് ഹേസുങ് സേനയോട് പറയുകയാണ്. അന്ന് വൈകിട്ട് കരാട്ടെ ക്ലാസ്സിൽ ചേയങ്ങും ജോങ്കുവും സംസാരിച്ചിരിക്കെ എന്തുകൊണ്ടാണ് ചേയങ് ആരുമായി കമ്പനി കൂടാത്തതെന്നും ഒറ്റയ്ക്ക് നടക്കുന്നതെന്നും അവൻ ചോദിച്ചു. താൻ കൂട്ടുകൂടിയ അവരൊക്കെ എപ്പോഴും എന്നെ വിട്ടു പോവാറുണ്ട്. അല്ലെങ്കിൽ അവർ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയാ എന്നോട് കൂട്ടുകൂടുന്നേ. എന്തിനാ വെറുതെ ഒരാളുമായി അടുത്ത് അവർ പോകുമ്പോൾ വിഷമിക്കുന്നേ? അതുകൊണ്ട് താൻ ആരുമായും കമ്പനിയാവാറില്ല എന്ന് ചേയങ് പറയുകയാണ്. ജോങ്കുവിന് അത് അതിശയമായിരുന്നു. ജോങ്കു പറഞ്ഞു, ഞാൻ അങ്ങനല്ല, എനിക്ക് കൂട്ടുകാർ വേണമെന്നൊക്കെയുണ്ട്. പക്ഷേ ഞാൻ കൂട്ടുകൂടുന്ന ഏവരും എന്നെ ഉപയോഗിക്കില്ല പതിവ്. ഇല്ലെങ്കിൽ അവർ എന്നെ കളിയാക്കുകയും ബുള്ളി ചെയ്യുകയും ചെയ്യും. ആരും എന്നോട് ആത്മാർത്ഥ സൗഹൃദം കാണിക്കാറേയില്ല. ജോങ്കുവിന്റെ വാക്കുകൾ കേട്ട് ചേയങ്ങിന് അവനോട് ചെറിയ സഹതാപം തോന്നുന്നുണ്ട്. അന്നു മുതൽ ചേയങ്ങും ജോങ്കുവും തമ്മിൽ അത്യാവശ്യം നല്ലൊരു സൗഹൃദം ഉടലെടുക്കുകയാണ്. അധികം വൈകാതെ ഒരു ദിവസം സ്റ്റുഡന്റ് കൗൺസിലിലെ പ്രധാനപ്പെട്ടവരും സീനിയേഴ്സുമൊക്കെ ഒന്നിച്ച് ഒരു പാർട്ടിയിൽ പങ്കെടുക്കുകയായിരുന്നു. കുറച്ച് ഗ്യാങ്സ്റ്റേഴ്സുമായും ആ പാർട്ടിക്ക് ബന്ധമുണ്ട്. പാർട്ടിയിൽ വെച്ച് ചില കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകുന്നു. സ്റ്റുഡന്റ് യൂണിയൻ ചെയർമാനായ ഹേസുങ്ങിന് സേനയോട് ചെറിയ പ്രണയമൊക്കെയുണ്ട്. പക്ഷെ സേനയ്ക്കാകട്ടെ ജുങ്ഹ്വാനോടാണ് പ്രണയമുള്ളത്. അന്ന് ആ പാർട്ടി ഉണ്ടായിരുന്നത് സ്കൂളിലെ സീനിയറും പ്രധാന പ്രശ്നക്കാരനും തല്ലുണ്ടാക്കി സസ്പെൻഡ് ചെയ്യപ്പെട്ട് പുറത്തുപോയിരിക്കുകയുമായിരുന്ന കാങ് സിങ്ങിനെ വെൽക്കം ബാക്ക് ചെയ്യുവാനായിരുന്നു. പക്ഷേ ജുങ്ഹ്വാന് അതിൽ വലിയ താല്പര്യമൊന്നുമില്ല. കാങ് സിങ്ങിനാണ് ഗ്യാങ്സ്റ്റർ ബന്ധമൊക്കെയുള്ളത്. കാങ് സിങ്ങുമായി ബന്ധം സ്ഥാപിക്കുവാൻ കൗൺസിൽ പ്രസിഡന്റായ ഹേസുങ് ശ്രമിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അധികാരം മൊത്തം തന്റെ കീഴിൽ വരുത്തുവാൻ വേണ്ടിയായിരുന്നു ഹേസുങ്ങിന്റെ ആശ്രമം. അതിനെപ്പറ്റി ഹേസുങ്ങും ജുങ്ഹ്വാനും തമ്മിൽ സംസാരമുണ്ടാകുന്നുണ്ട്. ജുങ്ഹ്വാന് ഹേസുങ്ങിനോട് സൗഹൃദമൊക്കെ ഉണ്ടെങ്കിലും ഹേസുങ്ങിന്റെ ഇത്തരം പ്രവൃത്തികളോടോ ബുള്ളിയിങ്ങിനോടോ ഒന്നും തന്നെ ജുങ്ഹ്വാന് താല്പര്യമുണ്ടായിരുന്നില്ല. അടുത്ത ദിവസം ചേയങ് സ്കൂളിൽ നിന്ന് തിരികെ വീട്ടിലേക്കെത്തുമ്പോൾ കണ്ടത് അച്ഛൻ മദ്യപിച്ചിരിക്കുന്നതായിരുന്നു. അച്ഛന്റെ കയ്യിൽ അച്ഛനും അമ്മയും ഒന്നിച്ചുള്ള ഫോട്ടോയും അവൾ നോക്കിക്കാണുന്നുണ്ട്. അവളുടെ ഓർമ്മകൾ പഴയകാലത്തിലേക്ക് പോയി. അവളുടെ അമ്മ അവരെ ഉപേക്ഷിച്ച് പോയതായിരുന്നു. കരാട്ടെ മാസ്റ്റർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികളൊന്നുമില്ലാതെ അച്ഛന് വലിയ വരുമാനമൊന്നും ഉണ്ടായിരുന്നില്ല. ഇയാളുടെ കൂടെ ജീവിച്ചാൽ കഷ്ടപ്പാടിലും ദുരിതത്തിലും ജീവിക്കേണ്ടി വരും എന്ന് പറഞ്ഞായിരുന്നു അവളുടെ അമ്മ പോയത്. അന്ന് അവളെ കൂടെ വരാൻ അമ്മ നിർബന്ധിച്ചെങ്കിലും ചേയങ് അച്ഛനെ വിട്ട് പോയില്ല. അച്ഛനൊപ്പം അവൾ ജീവിച്ചു. അവളുടെ അച്ഛൻ ചെറിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും അവളെ പൊന്നുപോലെയാണ് നോക്കുന്നത്. അടുത്ത ദിവസം സ്കൂളിൽ വെച്ച് വീണ്ടും ജോങ്കു ബുള്ളി ചെയ്യപ്പെടുകയാണ്. ഹേസുങ്ങിന്റെ സപ്പോർട്ടുള്ള കയ്യാളുകളായിട്ടുള്ള പയ്യന്മാരായിരുന്നു അത് പ്രവർത്തിച്ചത്. അത് കണ്ട് ആവഴി വരികയായിരുന്ന ജുങ്ഹ്വാൻ അവന്മാരെ തടഞ്ഞ് ജോങ്കുവിനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അങ്ങോട്ടേക്ക് കടന്നുവന്ന കാങ് സിക് അതിലിടപെടുന്നു. ബുള്ളിയിങ് തുടരാൻ അനുവദിച്ച് ജുങ്ഹ്വാനിനെ അവൻ അടിച്ചിടുന്നു. ഈ സമയമായിരുന്നു ആ വഴി ചേയങ് കടന്നുവരുന്നത്. ചേയങ്ങിനെ പറ്റി അതിനോടകം കാങ് കേട്ടുകഴിഞ്ഞിരുന്നു.
പക്ഷേ കാങ്സിക്കിനെ ചേയങ്ങിന് പുല്ലുവിലയായിരുന്നു ഉണ്ടായിരുന്നത്. ചേയങ് അവിടെ വെച്ച് കാങ്സിക്കിനെയും ബാക്കിയുള്ളവരെയും അടിച്ചിട്ട് ജോങ്കുവിനെ രക്ഷപ്പെടുത്തുകയാണ്. ചേയങ്ങിന്റെ ആ ഫൈറ്റും പ്രവൃത്തിയും ഒക്കെ കണ്ട് ജുങ്ഹ്വാന് അവളോട് ആരാധനയും പ്രണയവും തോന്നുന്നുണ്ട്. പിന്നാലെ അവളുമായി അല്പം അടുക്കാനും സെൽഫ് ഡിഫൻസ് ടെക്നിക്കുകൾ പഠിക്കാനും വേണ്ടി ജുങ്ഹ്വാൻ അവളുടെ അച്ഛന്റെ കരാട്ടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണ്. ആദ്യഘട്ടത്തിൽ ബുള്ളി ചെയ്യുന്നവന്മാരുടെ കൂടെയുണ്ടായിരുന്ന വ്യക്തിയായതുകൊണ്ട് ജുങ്ഹ്വാനോട് ചേയങ് വലിയ അടുപ്പമൊന്നും കാണിക്കുന്നില്ല. അടുത്ത ദിവസവും സ്കൂളിൽ ഒരു സംഭവമുണ്ടായി. സേന ചായങ്ങിന്റെ അടുത്ത് ചെന്ന് ഒന്നും രണ്ടും പറഞ്ഞ് ബുള്ളി ചെയ്യാൻ ആരംഭിച്ചു. അവർ തമ്മിൽ വാക്കുതർക്കത്തിലേക്ക് കടക്കാൻ തുടങ്ങിയ സമയത്തായിരുന്നു ജുങ്ഹ്വാൻ ആ വഴി കടന്നു വരുന്നത്. പ്രശ്നങ്ങളില്ലാതെ പിരിഞ്ഞു പോകുവാൻ ജുങ്ഹ്വാൻ പറയുകയും ചേയങ്ങിനെ പറഞ്ഞുവിടുകയും ചെയ്യുകയാണ്. സേനയ്ക്ക് അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അവളോടുള്ള നിന്റെ ആറ്റിറ്റ്യൂഡും പെരുമാറ്റവും ഒക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് സേന അർത്ഥം വെച്ച് ജുങ്ഹ്വാനോട് പറഞ്ഞു. സേനയ്ക്ക് ജുങ്ഹ്വാനോട് പ്രണയമുള്ളതാണല്ലോ, അതുകൊണ്ട് തന്നെ അവൻ അവളോട് കാണിക്കുന്ന താല്പര്യം അവളെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ടായിരുന്നു. അത് ചോദ്യം ചെയ്ത സേന, എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യം നിനക്കറിയാൻ പാടില്ലേ എന്നുകൂടി ഗൗരവത്തിൽ ജുങ്ഹ്വാനോട് ചോദിക്കുകയാണ്. പക്ഷേ സേനയോട് തനിക്ക് പ്രണയമൊന്നുമില്ലെന്നും താനൊരു ഫ്രണ്ടായെ കാണുന്നുള്ളൂ എന്നുമായിരുന്നു ജുങ്ഹ്വാന്റെ മറുപടി. അതോടെ സേനയുടെ ദേഷ്യം ആളിക്കത്തുന്നുണ്ട്. കാങ്സിക്ക് സ്കൂളിലേക്ക് തിരിച്ചു വന്നതോടെ സ്കൂളിലെ ബുള്ളിയിങ് കൂടുതൽ കനക്കുകയായിരുന്നു. സ്റ്റുഡന്റ് കൗൺസിൽ ചെയർമാനായ ഹേസുങ്ങും അവരുടെ കൂടെ കൂടി ഇതിനെതിരെയൊക്കെ കണ്ണടച്ചു. ഒരു ഘട്ടത്തിൽ ഒരു ദിവസം ഒരു കുട്ടി തന്റെ മുമ്പിൽ വെച്ച് ബുള്ളി ചെയ്യുന്ന കണ്ട് ജോങ്കു ബുള്ളീസിനെ തടയാൻ ശ്രമിച്ചെങ്കിലും അവന് നല്ല തല്ലുകിട്ടുകയായിരുന്നു ചെയ്തത്. അന്ന് കരാട്ടെ സെന്ററിലേക്ക് എത്തിയ അവൻ മാസ്റ്ററുടെ അടുക്കൽ തന്റെ ട്രെയിനിങ് കുറച്ചുകൂടി നല്ലതാക്കുവാൻ ആവശ്യപ്പെട്ടു. അന്നു മുതൽ കുറച്ചുകൂടി കഠിനമായ പരിശീലനത്തിന് ജുങ്കുയെ മാസ്റ്റർ വിധേയനാക്കുകയാണ്. ജുങ്ഹ്വാൻ പ്രശ്നക്കാരനല്ല എന്ന് മനസ്സിലായതോടെ ചേയങ് ജുങ്ഹ്വാനോടും സൗഹൃദത്തിലായി കഴിഞ്ഞിരുന്നു. അങ്ങനെയിരിക്കെയായിരുന്നു ചേയങ്ങിന്റെ അച്ഛന് ഒരു അത്യാവശ്യ കാര്യത്തിന് പുറത്തുനിന്ന് പോകേണ്ടി വന്നത്. മകളെ സുരക്ഷിതമായി നോക്കുവാൻ തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരായ ജോങ്കുവിനെയും ജുങ്ഹ്വാനെയും ഏൽപ്പിച്ചിട്ടായിരുന്നു അച്ഛൻ അവിടെ നിന്ന് പോയത്. ആ സമയം അവരുടെ സ്കൂൾ ഹോളിഡേയ്സുമായിരുന്നു. അതുകൊണ്ട് അവരൊന്നിച്ച് സന്തോഷത്തോടെ സമയം ചെലവഴിക്കുകയാണ്. ജോങ്കു തന്റെ അമ്മയുടെ റെസ്റ്റോറന്റിലേക്കും തന്റെ ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്താനായി അവരെ കൂട്ടിക്കൊണ്ടുപോയി. മകന്റെ കൂട്ടുകാരെ പരിചയപ്പെട്ടതിൽ ജോങ്കുവിന്റെ അമ്മയ്ക്കും വലിയ സന്തോഷമുണ്ടായിരുന്നു. ജോങ്കു അമ്മയ്ക്കൊപ്പം നിന്നതിനാൽ റെസ്റ്റോറന്റിൽ നിന്നും ജുങ്ഹ്വാനും ചേയങ്ങുമായിരുന്നു മടങ്ങിപ്പോയത്. പോകുന്ന വഴിയിൽ ഒരു ഷോപ്പിൽ കയറിയപ്പോൾ അവിടെ വെച്ച് ജുങ്ഹ്വാൻ തന്നെപ്പറ്റി മനസ്സു തുറന്ന് ചേയങ്ങിനോട് സംസാരിച്ചു. ജുങ്ഹ്വാൻ ശരിക്കും മുമ്പ് ബോക്സിംഗ് ഒക്കെ പഠിച്ചിരുന്നു. പക്ഷേ ബോക്സിംഗ് മാസ്റ്റർ ഒരു ക്രൂരനായ വ്യക്തിയായിരുന്നു. എന്ത് പ്രശ്നമുണ്ടെങ്കിലും അയാൾ വന്ന് ജുങ്ഹ്വാനെ തല്ലും. അങ്ങനെ ദേഷ്യമൊക്കെ കനത്തു നിന്ന കാലത്താണ് ജുങ്ഹ്വാൻ ഹേസുങ്ങിന്റെയൊക്കെ കൂടെ കൂടുന്നത്. പക്ഷേ ഹേസുങ്ങിന്റെ പ്രവൃത്തിയും ബുള്ളിയിങ്ങും വളരെ പെട്ടെന്ന് തന്നെ ജുങ്ഹ്വാന് പറ്റാതെയായി. അവരുടെ സൗഹൃദം വിട്ടു പോരുവാൻ അവന് സാധിച്ചതുമില്ല. പക്ഷേ ഇപ്പോളായപ്പോൾ ഒക്കെ പരിധി വിട്ടിരിക്കുന്നു. ആ സൗഹൃദം താൻ ഉപേക്ഷിക്കാൻ പോവുകയാണ് എന്നും ജുങ്ഹ്വാൻ ചേയങ്ങിനോട് വിശദീകരിച്ചു പറഞ്ഞു. അടുത്ത ദിവസം സ്കൂളിൽ വെച്ച് ജുങ്ഹ്വാൻ ഹേസുങ്ങുമായി സംസാരിക്കുകയാണ്. സ്കൂളിൽ നടക്കുന്ന ബുള്ളിയിങ് പ്രശ്നങ്ങളൊക്കെ നീ കാണുന്നുണ്ടല്ലോ, നീ അനുവദിക്കുന്നതുകൊണ്ട് ഇതൊക്കെ നടക്കുന്നത്. എല്ലാത്തിനും നീ പിന്തുണ കൊടുക്കുന്നുമുണ്ട്. ഒക്കെ നീ നിർത്തിക്കോ, ഇല്ലെങ്കിൽ ഒക്കെ ഞാൻ സാക്ഷിയായി പ്രിൻസിപ്പലിനോട് കംപ്ലൈന്റ് ചെയ്യും. തന്റെ കള്ളത്തരങ്ങളൊക്കെ അറിയാവുന്ന ജുങ്ഹ്വാൻ തനിക്കെതിരെ തിരിഞ്ഞാലോ പ്രിൻസിപ്പലിനെതിരെ കംപ്ലൈന്റ് ചെയ്താലോ കാര്യങ്ങൾ വഷളാക്കും എന്നറിയാവുന്നതുകൊണ്ട് അവർക്കിടയിൽ ഒരു വാക്കുതർക്കം തന്നെ സംഭവിക്കുകയാണ്. നീ ഇപ്പോ അവളുടെ കൂടെ കൂടിയേക്കല്ലേ, അതല്ലേ നിനക്ക് ഈ മനമാറ്റം? പ്രിൻസിപ്പലിനോടെങ്ങാനും നീ ഞങ്ങളെ ഒറ്റുകൊടുത്താൽ പിന്നെ നിന്റെ ആ പെണ്ണുണ്ടല്ലോ ചേയങ്, അവളെ ഞാൻ അങ്ങ് ഇല്ലാതാക്കി കളയും എന്ന് ഹേസുങ് ജുങ്ഹ്വാനെ ഭീഷണിപ്പെടുത്തി. അതോടെ അവർ തമ്മിലുള്ള വാക്കുതർക്കം കയ്യാങ്കളിയിലേക്ക് നീണ്ടു. ഒരു ഘട്ടത്തിൽ ജുങ്ങിന് കനത്തൊരു പണി കൊടുക്കണം എന്ന് ഹേസുങ് തീരുമാനിക്കുകയാണ്. അതിനുവേണ്ടി ഹേസുങ് സഹായം തേടിയത് സേനയുടേതായിരുന്നു. സേനയ്ക്കടുത്തെത്തി ഹേസുങ് സംസാരിച്ചു. ജുങ്ഹ്വാനും ചേയങ്ങും തമ്മിൽ പ്രണയമാണെന്ന് പറഞ്ഞ് സേനയെ തെറ്റിദ്ധരിപ്പിച്ച ഹേസുങ് അവളെ മാപ്പ് പറയാൻ എന്നവണ്ണം നീ സ്റ്റുഡന്റ് കൗൺസിലിലേക്ക് വിളിച്ചു വരുത്തി അവൾക്കൊരു ഡ്രിങ്ക് കൊടുക്കണം എന്നാവശ്യപ്പെടുകയാണ്. ആ ഡ്രിങ്കിൽ മയക്കുമരുന്ന് കലർത്തണം, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം എന്നും ഹേസുങ് സേനയോട് പറയുന്നുണ്ട്. ജുങ്ഹ്വാനെ തന്നിൽ നിന്നും ചേയങ് തട്ടിയെടുത്തു എന്ന് ചിന്തിച്ച സേനയ്ക്ക് അവളോട് വലിയ ദേഷ്യം തന്നെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹേസുങ് പറഞ്ഞ പോലെ ചേയങ്ങിനെ പെടുത്തി കൊടുക്കുവാൻ ചേയങ്ങിനോടുള്ള ദേഷ്യം കൊണ്ടും സേന തീരുമാനിക്കുന്നു. സ്റ്റുഡന്റ് കൗൺസിൽ റൂമിലേക്ക് മാപ്പ് പറയാനെന്ന വ്യാജേന അവൾ ചേയങ്ങിനെ വിളിച്ചു വരുത്തി അവൾക്കായി മയക്കുമരുന്ന് കലർന്ന ഡ്രിങ്ക് കൊടുത്തു. പക്ഷേ സംസാരിക്കുന്ന കൂട്ടത്തിൽ ജുങ്ഹ്വാനും അവരുടെ സംസാരത്തിലേക്ക് കടന്നു വന്നു. ജുങ്ഹ്വാനോട് തനിക്ക് പ്രണയമൊന്നുമില്ലെന്ന് ചേയങ് ആ സമയം പറയുകയാണ്. സേന നെട്ടലോടെ അത് കേട്ടു. അപ്പോഴാണ് ഹേസുങ് തന്നെ ഉപയോഗിച്ച് ട്രാപ്പ് ചെയ്യുന്നതാണ് എന്ന് സേന തിരിച്ചറിയുന്നത്. അതോടെ
അതോടെ ചേയങ് കുടിക്കാനെടുത്ത് മയക്കുമലർന്ന് കലർന്ന ഡ്രിങ്ക് അവൾ തട്ടിക്കളയുകയാണ്. അത് കണ്ട് ഹേസുങ് അങ്ങോട്ടേക്ക് കടന്നു വന്നിരുന്നു. തങ്ങളുടെ പദ്ധതി കുളമാക്കിയ സേനയെ ഹേസുങ് തല്ലി. പിന്നാലെ കാങ്സിക്കിന്റെ സഹായത്തോടെ ചേയങ്ങിനെ പിടികൂടി അവരവളെ ബന്ദിയാക്കുകയാണ്. അവളെ ഉപദ്രവിക്കാനായിരുന്നു അവരുടെ ശ്രമം. പക്ഷേ അപ്പോഴേക്കും ഹേസുങ്ങിന്റെ കയ്യാളുകളായ കുട്ടികൾ നടക്കുന്ന സംഭവത്തെപ്പറ്റി സംസാരിക്കുന്നത് ജോങ്കു കേട്ടിരുന്നു. ജോങ്കു ഓടി ജുങ്ഹ്വാന്റെ അടുത്തെത്തി. അവരിരുവരും ചേയങ്ങിനെ രക്ഷപ്പെടുത്തുവാൻ കൗൺസിൽ റൂമിലേക്ക് ഓടിച്ചെല്ലാൻ ആരംഭിക്കുന്നു. പക്ഷേ ചെല്ലുന്ന വഴിയിൽ വെച്ച് കാങ്സിക്കും സംഘവും അവരെ എതിരിട്ടു. അവിടെ വെച്ച് ശക്തമായൊരു ഫൈറ്റ് അരങ്ങേറുകയാണ്. വളരെ പ്രയാസപ്പെട്ടാണെങ്കിലും ഏവരെയും അടിച്ചു വീഴ്ത്തിയ ശേഷം ജോങ്കുവും ജുങ്ഹ്വാനും നേരെ സ്റ്റുഡന്റ് കൗൺസിൽ റൂമിലേക്ക് എത്തി. അവിടെ ബന്ദിയായ നിലയിൽ ചേയങ് ഉണ്ടായിരുന്നു. അവളെ ഉപദ്രവിക്കാൻ ഹേസുങ് തയ്യാറായി നിൽക്കുന്നു. അവിടെ വെച്ചും ഹേസുങ്ങും ജുങ്ഹ്വാനും ജോങ്കുവും തമ്മിൽ ഫൈറ്റ് അരങ്ങേറുകയാണ്. പക്ഷേ ഈ ഘട്ടത്തിൽ ചേയങ് തന്നെ ബന്ദിയാക്കിയിരുന്നതൊക്കെ അഴിച്ച് സുരക്ഷിതമായി മോചിതയായി കഴിഞ്ഞിരുന്നു. പിന്നെ പറയണ്ടല്ലോ, ചേയങ് ഫൈറ്റ് ഏറ്റെടുത്തു. അവളുടെ മാർഷൽ ആർട്ട് സ്കില്ലിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഹേസുങ്ങിന് സാധിക്കുമായിരുന്നില്ല. അവളുടെ പക്കൽ നിന്നും കണക്കിന് തല്ലുകൊണ്ട് അവൾ താഴെ വീണു. വൈകാതെ അവരൊക്കെയും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയും ചെയ്യുകയാണ്. വൈകാതെ സ്കൂളിലെ ബുള്ളിയിങ് വിഷയങ്ങൾ പ്രിൻസിപ്പളിന്റെ മുമ്പിലേക്ക് എത്തിയിരുന്നു. പ്രിൻസിപ്പൽ പ്രശ്നക്കാരായ കുട്ടികൾക്കെതിരെ നടപടിയെടുത്തു. സ്കൂളിലെ കാര്യങ്ങൾ അതോടെ നോർമൽ രീതിയിൽ മുമ്പോട്ട് പോവാൻ ആരംഭിച്ചു. മറുവശത്ത് ചേയങ്ങിന്റെ സെൽഫ് ഡിഫൻസ് ടെക്നിക്കുകളും ഫൈറ്റിംഗ് സ്കില്ലുകളും ഒക്കെ കണ്ട് സ്കൂളിലെ കുറെ കുട്ടികൾ അതിലൊക്കെ ആകർഷണീയരായിട്ടുണ്ടായിരുന്നു. അവർ ചേയങ്ങിന്റെ അച്ഛന്റെ കരാട്ടെ ക്ലാസ്സിൽ സെൽഫ് ഡിഫൻസ് ക്ലാസുകൾക്കായി ജോയിൻ ചെയ്തു. ചേയങ്ങിന്റെയും അച്ഛന്റെയും ജീവിതം നല്ല രീതിയിൽ മുമ്പോട്ട് പോവാനും ആരംഭിച്ചു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി അടുത്ത ദിവസം കണ്ടുമുട്ടാം. അതുവരെ ബായ്.